നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മുംബൈ ഭീകരാക്രമണ കേസിൽ ഇന്ത്യയുടെ നയതന്ത്ര വിജയം. അമേരിക്കയിൽ നിന്ന് തഹാവൂർ റാണയെ ഡൽഹിയിലേക്ക് എത്തിക്കുന്നു. ചോദ്യം ചെയ്യാൻ NIA. തലസ്ഥാനത്ത് സുരക്ഷ ശക്തം. മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ചതിൽ 2 പേർ അറസ്റ്റിൽ. വീട്ടിലെ പ്രസവങ്ങൾ കൂടുന്നതിന് പിന്നിൽ മതപണ്ഡിതരുടെ ആഹ്വാനം. പൂച്ച 6 പെറുന്നു, ആട് പെറുന്നു 2, 3, 4. നായ 3 മാസം പെറുന്നു. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. വീട്ടിൽ പ്രസവിച്ചവർക്ക് ആദരവും പുരസ്കാരവും. വീഡിയോ പ്രചരിപ്പിച്ചാൽ കർശന നടപടിക്ക് സർക്കാർ. കരുവന്നൂർ കേസിൽ പോലീസിനെ കുടഞ്ഞ ഹൈക്കോടതി. 4 വർഷമായിട്ടും കുറ്റപത്രം പോലുമില്ലേ എന്ന് ചോദ്യം. ED കൃത്യമായി അന്വേഷിക്കുന്നുവെന്നും നിരീക്ഷണം. വേണ്ടിവന്നാൽ CBIക്ക് കൈമാറുമെന്ന് മുന്നറിയിപ്പ്. കാരശ്ശേരിയിൽ പ്രതിയെ പിടിക്കാനെത്തിയ പോലീസുകാരെ വെട്ടി പ്രതിയും അമ്മയും. 2 പോലീസുകാർക്ക് തലയ്ക്കും കൈക്കും പരിക്ക്. വർക്കലയിൽ യുവതിക്ക് ഭർത്താവിന്റെ ക്രൂരമർദ്ദനം. അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരൻ. ശിക്ഷാവിധി 21-ന്. പരമാവധി ശിക്ഷ പ്രതീക്ഷിക്കുന്നതായി മാതാപിതാക്കൾ. വയനാട് ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളണമെന്നാവർത്തിച്ചു ഹൈക്കോടതി. ദുരന്തബാധിതരുടെ ജീവനോപാധിയാണ് ഇല്ലാതായത്. കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്നും കോടതി. പരിഗണിക്കാമെന്ന് കേന്ദ്ര സർക്കാർ. വേനലവധിക്ക് ശേഷം പരിഗണിക്കാൻ ഹർജി മാറ്റി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം 9ാം നാളിൽ. കുഴഞ്ഞു വീണ യുവതി. ഒരു മുഖ്യമന്ത്രി ഒരു ഖേദപ്രകടനം അല്ലെങ്കിൽ ജനങ്ങൾ ആശമാർ സമരം കടുപ്പിക്കുന്നു. മറ്റന്നാൾ പൗരസംഗമം. IPL നിന്ന് ഡൽഹി ബംഗളൂർ പോരാട്ടം. വിജയത്തുടർച്ചയ്ക്ക് ഡൽഹി. പോയിന്റ് പട്ടികയിൽ മുന്നേറാൻ ബാംഗ്ലൂർ. മത്സരം 7:30 മുതൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. വാർത്തയിലേക്ക് വിശദമായി. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിക്കും. നിയമ നടപടികൾ പൂർത്തീകരിച്ച് റാണയെ NIA ആസ്ഥാനത്തെത്തിച്ച് ചോദ്യം ചെയ്യും. പ്രദേശത്ത് കേന്ദ്രസേനയുടെ നേതൃത്വത്തിൽ സുരക്ഷ ശക്തമാക്കി. മെട്രോ സ്റ്റേഷൻ അടക്കം പൂട്ടി. ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. കിരൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. കിരൺ, ഇന്ത്യയുടെ നയതന്ത്ര വിജയം കൂടിയാണ് തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിക്കാനാകുന്നത്. എങ്ങനെയാണ് നടപടിക്രമങ്ങൾ? സുരക്ഷ എങ്ങനെയാണ് ഡൽഹിയിൽ? ഔദ്യോഗികമായ എന്തെങ്കിലും സ്ഥിരീകരണം ഇക്കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? NIA അധികൃതരുടെ ഭാഗത്ത് നിന്ന്? രേണുക, മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ തഹാവൂർ റാണ ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര ഭീകരനെ, യഥാർത്ഥത്തിൽ ലോകത്തെ ഒരു പ്രധാനപ്പെട്ട ഭീകരാക്രമണ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്ത, വിദേശ രാജ്യങ്ങളിലെ പല രാജ്യങ്ങളിൽ ഇത്തരം ഭീകരാക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്ത ഒരു ഭീകരനാണ്. കൊടും ഭീകരൻ എന്ന് പറയാം. അങ്ങനെ ഒരാളെ ഈ ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് എത്തിക്കുമ്പോൾ പാലിക്കേണ്ട ചില സുരക്ഷാ മുൻകരുതലുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിലവിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഇന്ത്യയിൽ എത്തിച്ചോ ഇനി എത്തിച്ചില്ലയോ എന്ന കാര്യത്തിലൊന്നും നമുക്ക് സ്ഥിരീകരണം നൽകാൻ കഴിയുന്നില്ല. NIA എന്തായാലും അക്കാര്യത്തിലൊരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. NIA പറയുന്നത് എന്തായാലും ആ സമയത്ത് എത്തിച്ചു എന്ന് പറയാനല്ലതിനപ്പുറത്തേക്ക് നമുക്ക് കൃത്യമായി പറയാൻ മാധ്യമങ്ങൾ കഴിയില്ല. എല്ലാവിധ സുരക്ഷാ മുൻകരുതലോട് കൂടിയാണ് ഇത്തരം പ്രതികളെയൊക്കെ എത്തിച്ച് സുരക്ഷിതമായ ഏതെങ്കിലും താവളത്തിൽ എത്തിച്ച ശേഷമായിരിക്കും പൂർണ്ണമായും ഇങ്ങനെ ഒരാളെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം സാധാരണഗതിയിൽ അന്വേഷണ ഏജൻസികളൊക്കെ പുറത്തുവിടുക. പുറത്തു പറയുന്ന സമയത്തായിരിക്കത്തില്ല പലപ്പോഴും ഇത്തരം ആളുകളെയൊക്കെ എത്തിക്കുക. അതിന് മുമ്പോ അല്ലെങ്കിൽ അതിനുശേഷമോ ഒക്കെ ആയിരിക്കും ചിലപ്പോഴും എത്തിക്കുക. ഇത് ഇത്തരം സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി എവിടെയാണ് എത്തിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഏത് വിമാനത്താവളത്തിലാണ് എത്തിക്കുന്നതെന്നോ അന്നൊന്നും കൃത്യമായ ഒരു വിശദീകരണം എവിടെയും നൽകിയിട്ടില്ല. അത് ഒരു സുരക്ഷയുടെ ഭാഗമായി നൽകുന്നതാണ്. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വൈകുന്നേരം 6 മണിയോടുകൂടി
മണിയോടുകൂടി അദ്ദേഹത്തെ എത്തിക്കുമെന്നും 8 മണിയോടുകൂടി അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുമെന്നുമാണ് ഇപ്പോൾ അറിയുന്നത്. ഇതെല്ലാം ലഭ്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്തായാലും അതീവ സുരക്ഷാമായ രീതിയിൽ തന്നെയാണ് അത്തരം ഒരു കൃത്യമായ ഒരു പ്ലാൻ എന്തായാലും NIAക്കും സുരക്ഷാ ഏജൻസികൾക്കും എല്ലാം ഉണ്ടാവും. അതിന്റെ ഫലമായിട്ട് തന്നെയാണ്, അല്ലാതെ എത്തിക്കുന്ന കൃത്യസമയത്ത് തന്നെ ആയിരിക്കത്തില്ല അവിടെ മെട്രോ സ്റ്റേഷനുകളടക്കം ബ്ലോക്ക് ചെയ്യുന്നതെന്നും അത് ചിലപ്പോൾ മറ്റൊരു വഴിക്കൂടെ ആയിരിക്കും ചിലപ്പോൾ എത്തിക്കുക, ചിലപ്പോൾ മെട്രോ വഴിയായിരിക്കും എത്തിക്കുക. അങ്ങനെ പല രീതിയൊക്കെ പോലീസ് ഇത്തരം കുറ്റവാളികളുടെ കാര്യത്തിലൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയിലേക്ക് വരുന്ന വഴിയിൽ ഏതെങ്കിലും തരത്തിൽ ഈ തഹാവൂർ റാണയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഒരാക്രമണം ഉണ്ടായാൽ പോലും അത് ഇന്ത്യക്ക് നാണക്കേടാണ്. അമേരിക്കയുമായി ദീർഘകാലം നയതന്ത്ര ബന്ധത്തിലൂടെയൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട കേസിലെ ഒരു പ്രതിയെ ഇന്ത്യയിലേക്ക് എത്തിക്കുക. അത് നയതന്ത്ര തലത്തിൽ ഇന്ത്യക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു വലിയ വിജയം കൂടിയാണ്. അങ്ങനെ ഒരു പ്രതിയെ എത്തിക്കുമ്പോൾ പാലിക്കേണ്ട രഹസ്യ രീതികൾ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും അന്വേഷണ ഏജൻസികളൊക്കെ മാധ്യമങ്ങളെയും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ആ തരത്തിലേക്കൊക്കെ ചിലപ്പോൾ തെറ്റായ വിവരങ്ങളൊക്കെ നൽകാറുണ്ട്. ഇതെല്ലാം സുരക്ഷയുടെ ഭാഗമായി നൽകുന്നതാണ്. എന്തായാലും നിലവിൽ നമുക്ക് കിട്ടിയ NIA നൽകുന്ന സ്ഥിരീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇന്നടുത്ത് എത്തിച്ചു അല്ലെങ്കിൽ ഇന്ന നടപടികളിലേക്ക് സ്വീകരിച്ചു എന്ന് നമുക്ക് പറയാനാവുക. നിലവിൽ ലഭ്യമായ സൂചനകൾ മാത്രമാണ്. ആ സൂചനകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ 6 മണിയോടുകൂടിയാണ് എത്തിക്കുക. ആ 8 മണിയോടുകൂടി അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്. ഇത് എത്രത്തോളം ശരിയാണ്, ആ സമയത്ത് തന്നെയാണോ എത്തുന്നതെന്നൊക്കെ ഉള്ളത് പിന്നീട് NIA സ്ഥിരീകരിക്കുന്ന അനുസരിച്ച് മാത്രമേ, അല്ലെങ്കിൽ അതിനുശേഷം മാത്രമേ ഈ സമയത്തല്ലായിരുന്നു എത്തിച്ചത് കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. ശരി, ആർ കിരൺ ബാബു ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും കനത്ത സുരക്ഷയിലാണ് ഡൽഹി. ഒരുപക്ഷെ NIAയുടെ വിശദീകരണം അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ഉണ്ടാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. തഹാവൂർ റാണയെ ചോദ്യം ചെയ്താൽ ഇനിയും കൂടുതൽ പേരുകൾ പുറത്തുവരുമെന്ന് മുൻ DGP ലോക്നാഥ് ബെഹ്റ. മുംബൈ ഭീകരാക്രമണ കേസിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിരുന്നു ബെഹ്റ. ഞങ്ങൾക്ക് ഈ റാണയ്ക്ക് ആക്സസ് കിട്ടിയില്ലായിരുന്നു. റാണയ്ക്ക് ഞങ്ങൾ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് അത് കിട്ടി. ഇപ്പോൾ ഇയാൾ വന്ന ശേഷം നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കുറച്ച് മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട് ആ കോൺസ്പിരസിയിലെ. പിന്നെ കുറച്ചുകൂടി ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ ലോക്കൽ സപ്പോർട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു, ഈ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ബാക്കി സെക്യൂരിറ്റി ഇൻ്റലിജൻസ് ഏജൻസിമാരെ വളരെ പ്രൊഫഷണൽ രീതിയിൽ ചെയ്യും. എനിക്ക് അതിലൊരു സംശയമൊന്നുമില്ല. പക്ഷേ ഇതൊരു നല്ല ഒരു അച്ചീവ്മെൻറ്റാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒരു നല്ല അച്ചീവ്മെൻറ്റ്, ഞാനത് പറയാം. മറ്റു വാർത്തകളിലേക്ക്. മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. പ്രസവമെടുക്കാൻ സഹായിച്ച തൂക്കുങ്ങൽ സ്വദേശി ഫാത്തിമയെയും മകൻ അബൂബക്കർ സിദ്ദീഖിനെയുമാണ് അറസ്റ്റ് ചെയ്തത്. അബൂബക്കർ സിദ്ദീഖാണ് ഫാത്തിമയെ സിറാജുദ്ദീന്റെ വീട്ടിലെത്തിച്ചത്. പ്രസവം നടക്കുന്ന സമയം മുതൽ രാത്രി ഏറെ വൈകും വരെ ഫാത്തിമ സിറാജുദ്ദീന്റെ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പ്രസവത്തെ തുടർന്ന് അസ്മ ഗുരുതരാവസ്ഥയിൽ അമിത രക്തസ്രാവം അനുഭവിക്കുമ്പോൾ ഫാത്തിമ സംഭവസ്ഥലത്തുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇവർക്കെതിരെയും നരഹത്യ കുറ്റം ചുമത്തുമെന്നാണ് സൂചന. സംഭവത്തിൽ സാമ്പത്തിക ഇടപാടുകളും മറ്റും അബൂബക്കർ സിദ്ദീഖുമായിട്ടാണ് ഉണ്ടായതെന്ന് പോലീസ് സൂചന നൽകുന്നു. വീട്ടിലെ പ്രസവത്തിന് കാരണം മുസ്ലിം സമുദായത്തിലെ അന്ധവിശ്വാസം. വീട്ടുപ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഉസ്താദുമാരുടെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാണ്. കഴിഞ്ഞ ദിവസം സ്ത്രീ മരിച്ച മലപ്പുറത്താണ് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വീട്ടുപ്രസവങ്ങൾ നടക്കുന്നത്. വീട്ടുപ്രസവങ്ങൾക്ക് ഇസ്ലാം വിശ്വാസവുമായി ഒരു ബന്ധവുമില്ലെന്ന് പ്രമുഖ മതപണ്ഡിതർ പറയുന്നു. ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക് ഈ ആന പേറിന് എന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഏത് ഹോസ്പിറ്റലാ പറ്റത്? ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങുറച്ച പ്രസവം വേറെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പറ്റിട്ടില്ല. പൂച്ച 6 പേറുന്നു, ആട് പേറുന്നു 2, 3, 4. നായ 3 മാസം പേറുന്നു, ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ആനയും പൂച്ചയും ആശുപത്രിയിലാണോ പ്രസവിച്ചതെന്ന് ചോദിച്ചാണ് ഉസ്താദ് വീട്ടിൽ പ്രസവിക്കാൻ ആളുകളെ ഉദ്ബോധിപ്പിക്കുന്നത്. ഇത്തരം അസംഖ്യം വീഡിയോകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നതും. പലതിലും പല യുക്തികൾ. അന്യപുരുഷന്മാർ മുഖം കാണുന്നത് പോലും നിഷിദ്ധമാണെന്നിരിക്കെ എങ്ങനെ ആശുപത്രിയിൽ പോയി പ്രസവിക്കും എന്നാണത്രേ പ്രധാന ചോദ്യം. മുസ്ലിം കുടുംബത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതൊന്നും മറ്റുള്ളവർ കാണാൻ പാടില്ല, അതുകൊണ്ട് വീട്ടിൽ തന്നെ പ്രസവിച്ചോട്ടെ എന്ന് അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അത് സത്യത്തിൽ അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഭയങ്കരമായിട്ട് ഇസ്ലാം കൂടുതൽ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആളുകൾ. പക്ഷേ ഖുർആനിലടക്കം അങ്ങനെ ഒരു ഇതും ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഞങ്ങളൊക്കെ
ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിലെ ആളുകൾ. വെറുതെ അങ്ങനെ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. കഴിഞ്ഞ ദിവസം വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മരിച്ച അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീനും ഒരു മതപ്രഭാഷകനായിരുന്നു. വീട്ടിലെ പ്രസവം അടക്കമുള്ള കാര്യങ്ങൾ പറയുന്ന മടവൂർ കാഫില എന്നൊരു യൂട്യൂബ് പേജുമുണ്ട് ഇപ്പോൾ അറസ്റ്റിലായ ഇദ്ദേഹത്തിന്. അന്ധവിശ്വാസമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിന്റെ പിറകിൽ പ്രധാനമായിട്ടുള്ള സാമ്പത്തിക താല്പര്യമാണ്. കാരണം ഈ യൂട്യൂബർമാർക്കൊക്കെ ഇപ്പം നല്ല കൊയ്ത്ത. അന്ധവിശ്വാസങ്ങൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന യൂട്യൂബർമാർക്ക് നല്ല ഡിമാൻഡുണ്ട്. അവർക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട്. 10,000 കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്. ഇസ്ലാമിലെ തന്നെ പുരുഷ മേധാവിത്വത്തിന് അവരാണ് ലീഡ് ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് സ്ത്രീകൾ ഇപ്പോൾ വിദ്യാഭ്യാസമൊക്കെ നേടി സ്വതന്ത്രരായി കഴിഞ്ഞപ്പോൾ നമ്മുടെ പിടിയിൽ നിൽക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഖുർആന്റെയും ഹദീസിന്റെയും വെറും വ്യാജമായിട്ടുള്ള അല്ലെങ്കിൽ ഖുർആനിലെ ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് അവർ പറയുന്നത്. അതേസമയം ഇസ്ലാം ഇത്തരം ഒരു നിർബന്ധവും പിടിക്കുന്നില്ലെന്നാണ് പ്രമുഖ മതപണ്ഡിതരുടെ അഭിപ്രായം. പലതും വളച്ചൊടിച്ചതാണ്. പക്ഷേ ഇസ്ലാമിൽ അങ്ങനെ ചികിത്സിച്ചുകൂടാ എന്നില്ല. പക്ഷെ ഒരു പ്രസവം നടക്കുമ്പോൾ ഇസ്ലാമിൽ ചില പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട്. അതായത് ഒരു കുഞ്ഞിൻ്റെ ചെവിയിൽ ബാങ്ക് വിളിക്കുക, അതുപോലെ തന്നെ ആ കുഞ്ഞിന് മധുരം നൽകുക. ഈ ചടങ്ങൊക്കെ സാധാരണ ഒരു ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലേബർ റൂമിൽ നിന്ന് അവർ ഡെലിവറി കഴിഞ്ഞ് അവർ കുഞ്ഞിനെ പുറത്തേക്ക് കൊടുക്കുമ്പോൾ ആദ്യമായി നമ്മളത് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് അവർ പുറത്തു തരുന്ന സമയത്ത് അവിടെ വെച്ച് നമ്മൾ ആ കർമ്മം നിർവഹിക്കുന്നതിന് ഏത് വിഭാഗത്തിൻ്റെ ഹോസ്പിറ്റലായാലും അതിനെതിരല്ല. അപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയിക്കൂടാ എന്നൊരു മതവിധിയില്ല. വസ്തുത ഇതായിരുന്നിട്ടും മലപ്പുറം ജില്ലയിൽ വീട്ടുപ്രസവങ്ങൾ കൂടുകയാണ്. രഹസ്യമായി വീട്ടുപ്രസവങ്ങൾക്ക് ആവശ്യമായ പിന്തുണയും സഹായവും നൽകുന്ന കൂട്ടായ്മകൾ വരെ ഇവിടെയുണ്ട്. മറ്റിടങ്ങളെക്കാൾ മലപ്പുറത്ത് ഇത് വ്യാപകമാണെന്നാണ് പോലീസിന്റെ അനുമാനം. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ നടന്ന 2391 വീട്ടുപ്രസവങ്ങളിൽ 1337 നടന്നത് മലപ്പുറത്താണ്. ആർക്കും ഇതിന്റെ അപകടം അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഇതിനെതിരെ വ്യാപക പ്രതിരോധം തീർക്കേണ്ട സമയത്ത് പലരും മൗനം പാലിക്കുകയാണ്. ഇതാണ് അത്ഭുതപ്പെടുത്തുന്നത്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. വീട്ടിലെ പ്രസവത്തിൽ നടപടിയുമായി സർക്കാർ. വീട്ടിലെ പ്രസവം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചാൽ കർശന നടപടിക്ക് ശുപാർശ ചെയ്ത് ആരോഗ്യവകുപ്പ്. ഫോണിലൂടെയും വാട്സപ്പിലൂടെയും വീട്ടിലെ പ്രസവം പ്രചരിപ്പിച്ചാലും കർശന നടപടി ഉണ്ടാകും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ അന്വേഷണം വൈകുന്നതിൽ പോലീസിനെ വിമർശിച്ച് ഹൈക്കോടതി. 4 വർഷമായിട്ടും അന്വേഷണ പുരോഗതി ഉണ്ടാകാത്തത് എന്തുകൊണ്ടെന്ന് കോടതി ചോദിച്ചു. ED വളരെ കൃത്യമായി അന്വേഷണം നടത്തുന്നുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി ഇങ്ങനെ പോയാൽ കേസ് CBIക്ക് കൈമാറേണ്ടി വരുമെന്നും പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ED കൊണ്ടുപോയതുകൊണ്ടാണ് അന്വേഷണം പൂർത്തീകരിക്കാൻ കഴിയാത്തതെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. എന്നാൽ കേസ് അന്വേഷണത്തിൽ ഒറിജിനൽ രേഖകൾ തന്നെ വേണമെന്ന് സംസ്ഥാന സർക്കാർ വാശി പിടിക്കുന്നത് എന്തുകൊണ്ടെന്ന് മറുചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. അന്വേഷണം വൈകുന്നതിന് വിചിത്രമായ വാദമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. വയനാട് ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളണമെന്ന് ആവർത്തിച്ച് ഹൈക്കോടതി. ദുരന്തബാധിതരുടെ ജീവനോപാധിയാണ് ഇല്ലാതായത്. ഇത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞു. വായ്പ എഴുതിത്തള്ളാൻ കേരള ബാങ്ക് തീരുമാനമെടുത്തെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വായ്പ എഴുതിത്തള്ളുന്നത് പരിഗണിക്കാമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. ഹർജി ഇനി വേനലവധിക്ക് ശേഷം പരിഗണിക്കും. മുനമ്പം കേസിൽ വഖഫ് ബോർഡിന് തിരിച്ചടി. ഭൂമി വഖഫാണെന്ന് പണ്ട് ഫറൂഖ് കോളേജ് വാദിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ രേഖകൾ വിളിച്ചു വരുത്തണമെന്നുമുള്ള ആവശ്യം ട്രൈബ്യൂണൽ അംഗീകരിച്ചില്ല. ഈ രേഖകൾക്ക് ഇനി പ്രസക്തിയില്ലെന്ന് ട്രൈബ്യൂണൽ നിരീക്ഷിച്ചു. 1971 പറവൂർ സബ് കോടതിയിലെ നടപടികളാണ് വാദമുഖങ്ങൾ സ്ഥാപിക്കുന്നതിനായി വഖഫ് ബോർഡ് ആശ്രയിച്ചത്. അന്നത്തെ സത്യവാങ്മൂലത്തിൽ ഭൂമി വഖഫ് ആണെന്ന് ഫാറൂഖ് കോളേജ് വ്യക്തമാക്കിയതെന്നാണ് വഖഫ് ബോർഡിന്റെ വാദം. ഈ രേഖ വിളിച്ചു വരുത്തണമെന്ന ആവശ്യം ആദ്യം തള്ളിയ ട്രൈബ്യൂണൽ ആ കോടതി നടപടികൾ അപ്രസക്തമാണെന്നാണ് ഇന്ന് അഭിപ്രായപ്പെട്ടത്. ഭൂമിയുടെ കൈവശാവകാശവുമായി ബന്ധപ്പെട്ടുള്ള കേസായതുകൊണ്ട് ഭൂമി വഖഫാണോ എന്ന് ഇതിൽ നിന്നും വ്യക്തമാകില്ലെന്നാണ് ട്രൈബ്യൂണൽ നിരീക്ഷിച്ചത്. പറവൂർ സബ് കോടതിയുടെയും പിന്നീട് ഇതേ കേസിലെ ഹൈക്കോടതിയുടെയും വിധിന്യായങ്ങൾ വിശദമായി പരിശോധിച്ചാണ് ഭൂമി വഖഫാണോ എന്ന കാര്യത്തിൽ കൃത്യമായ നിഗമനത്തിലെത്താൻ കഴിയുന്നില്ല എന്ന് ട്രൈബ്യൂണൽ പറഞ്ഞത്. വാദം ഇനി സ്ഥലം ഏറ്റെടുത്തുകൊണ്ടുള്ള 2019 വഖഫ് ബോർഡ് ഉത്തരവിലേക്ക് കേന്ദ്രീകരിക്കും. നാളെ മുതൽ ഇതിന്റെ പരിശോധന ട്രൈബ്യൂണൽ തുടങ്ങും. സ്ഥലത്തിന്റെ പഴയ ഉടമയായ സിദ്ദിഖ് സേഠിന്റെ കുടുംബം, ഫാറൂഖ് കോളേജ്, വഖഫ് ബോർഡ്, മുനമ്പത്തെ താമസക്കാർ തുടങ്ങി എല്ലാവർക്കും ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാം.
സ്ഥലത്തിന്റെ സർവേ റിപ്പോർട്ട്, കടലെടുത്ത ഭൂമിയുടെ രേഖകൾ, തിരികെ വന്ന ഭൂമി, അതിന്റെ നിലവിലെ അവസ്ഥ എന്നിവയും ട്രൈബ്യൂണൽ വിശദമായി പരിശോധിക്കും. ന്യൂസ് 18 കോഴിക്കോട്. വഖഫ് നിയമത്തിൽ രാജ്യവ്യാപക പ്രചാരണത്തിന് ബി.ജെ.പി. വീടുകൾ കയറി മുസ്ലിം സമുദായത്തിനിടയിൽ പ്രചാരണം നടത്താനാണ് തീരുമാനം. ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സഖ്യകക്ഷിയായ JDU കടുത്ത സമ്മർദ്ദം നേരിടുന്ന സാഹചര്യത്തിലാണ് ബി.ജെ.പി. നീക്കം. വഖഫ് നിയമം പാസായെങ്കിലും പ്രതിഷേധവും നിയമ പോരാട്ടവും തുടരുകയാണ്. ഇതിനിടെയാണ് പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ തെറ്റെന്ന് സ്ഥാപിക്കാനും നിയമത്തിന്റെ ഗുണങ്ങളെ വിശദീകരിക്കാനും ബി.ജെ.പി. വീടുതോറുമുള്ള പ്രചാരണത്തിന് തുടക്കമിടുന്നത്. ഈ മാസം 20 മുതൽ മെയ് 5 വരെ സംസ്ഥാന തലത്തിലും മണ്ഡലാടിസ്ഥാനത്തിലും പ്രചാരണം നടത്തും. പാർട്ടിക്ക് MLA-മാരുള്ള മണ്ഡലമാണെങ്കിൽ അവരുടെ നേതൃത്വത്തിലാകും പ്രചാരണം. ഏകോപനത്തിനായി രാധാമോഹൻ സിംഗ്, ദുഷ്യന്ത് ഗൗതം, അരവിന്ദ് മേനോൻ, ന്യൂനപക്ഷ മോർച്ച അധ്യക്ഷൻ ജമാൽ സിദ്ദിഖി, അനിൽ ആന്റണി എന്നിവർ അംഗങ്ങളായ കർമ്മസമിതിക്കും രൂപം നൽകി. പ്രചാരണം തുടങ്ങുന്നതിന് മുൻപ് ന്യൂനപക്ഷ സമൂഹത്തിന്റെ ആശങ്കകൾ ദൂരീകരിക്കാൻ കഴിയുന്ന തരത്തിൽ നിയമം വിശദീകരിച്ച് പാർട്ടി നേതാക്കൾക്കായി ശില്പശാല സംഘടിപ്പിക്കും. ബില്ലിനെ പിന്തുണച്ചതിൽ പാർട്ടിക്കകത്തുനിന്നും പുറത്തുനിന്നും വലിയ പ്രതിഷേധമാണ് സഖ്യകക്ഷികൾ നേരിടുന്നത്, പ്രത്യേകിച്ച് JDU. നിതീഷ് കുമാറിന്റെയും പാർട്ടിയുടെയും വിജയത്തിൽ മുസ്ലിം വോട്ട് ബാങ്ക് നിർണായകമാണ്. 18% മുസ്ലിം വോട്ടുള്ള ബീഹാറിൽ ഒക്ടോബർ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ബി.ജെ.പി. പ്രചാരണം സംഘടിപ്പിക്കുന്നത്. ഇതിനു പുറമെ ബീഹാറിലും UP-യിലും ബംഗാളിലും സ്വാധീനമുള്ള പസ്മാന്ത മുസ്ലിങ്ങളെ ഒപ്പം നിർത്തലും ബി.ജെ.പിയുടെ കാലങ്ങളായുള്ള ലക്ഷ്യമാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിയായ CMRL എക്സാലോജിക് ഇടപാടിൽ അന്വേഷണത്തിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും SFIO കുറ്റപത്രത്തിനായി ED കൊച്ചിയിലെ വിചാരണ കോടതിയിൽ അപേക്ഷ നൽകി. കുറ്റപത്രം പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്നും ED അറിയിച്ചു. എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിന്റെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുകയാണ്. പരിശോധന പൂർത്തിയാക്കും മുമ്പേ തന്നെയാണ് ED ഇപ്പോൾ കുറ്റപത്രത്തിനായി അപേക്ഷ നൽകിയത്. 1 വർഷം മുൻപ് തന്നെ മാസപ്പടി കേസിൽ ED എൻഫോഴ്സ്മെന്റിന്റെ പ്രാഥമിക ഇൻഫർമേഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. CMRL MD, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ പ്രാഥമിക ചോദ്യം ചെയ്യലിന്റെ നടപടികളും തുടങ്ങി. എന്നാൽ അതിനെതിരെ CMRL ഹൈക്കോടതിയെ സമീപിച്ചതോടെ കേസിന്റെ തുടർ നടപടികൾ മന്ദഗതിയിലായി. കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികളുടെ കേസുകൾ ഇവർക്കെതിരെ ഇല്ലാത്തതാണ് നടപടിക്ക് സാങ്കേതിക തടസ്സമായത്. എന്നാൽ ഇപ്പോൾ SFIO കുറ്റപത്രം തന്നെ സമർപ്പിച്ചതോടെ ആ സാങ്കേതിക തടസ്സവും മാറി. കമ്പനിക്കാര്യ നിയമത്തിലെ 447 വകുപ്പനുസരിച്ചുള്ള കുറ്റമാണ് വീണയുടെയും മറ്റുള്ളവരുടെയും പേരിലുള്ളത്. കള്ളപ്പണം വെളുപ്പിക്കൽ, തടയൽ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ഇതിൽപ്പെടും. കുറ്റപത്രത്തിന്റെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായ ശേഷം പ്രതികൾക്ക് കോടതി അറിയിപ്പ് നൽകും. ഇതിനുശേഷമായിരിക്കും നടപടികളിലേക്ക് നീങ്ങുക. കുറ്റപത്രത്തിനായുള്ള EDയുടെ അപേക്ഷയും അതിനൊപ്പം പരിഗണിക്കും. കുറ്റപത്രം പരിശോധിച്ച ശേഷം തുടർ നടപടിയിലേക്ക് EDയും നീങ്ങും. പ്രമാദമായ കേസിൽ ഒരേ സമയം 2 കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമാകും ഇനി നടക്കുക. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് കാരശ്ശേരിയിൽ പോലീസുകാരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതി അർഷാദിനെയും അമ്മ ഖദീജയെയും മുക്കം പോലീസ് പിടികൂടി. പ്രതിയെ പിടിക്കാൻ വീട്ടിലെത്തിയ പോലീസുകാരെ പ്രതി അർഷദും ഉമ്മയും ചേർന്ന് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. വയനാട് കൽപ്പറ്റയിൽ നിന്ന് മോഷണം പോയ കാർ മോഷണം പോയ കേസിലെ പ്രതിയാണ് കാരശ്ശേരി വലിയ പറമ്പ് സ്വദേശി അർഷാദ്. വയനാട് സ്ക്വാഡിലെ അംഗങ്ങളായ CPOമാരായ ഷാലു, നൌഫൽ എന്നിവർക്കാണ് വെട്ടേറ്റത്. തിരുവനന്തപുരം വർക്കലയിൽ യുവതിക്ക് ഭർത്താവിന്റെ ക്രൂരമർദ്ദനം. വൈകിയെത്തിയത് ചോദ്യം ചെയ്തായിരുന്നു മർദ്ദനം. സംഭവത്തിൽ കായിക്കര സ്വദേശി നൌഷാദ് അറസ്റ്റിലായി. പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ ബന്ധുവിനും പ്രദേശവാസിക്കും വെട്ടേറ്റു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് സംഭവം. കായിക്കര സ്വദേശി നൌഷാദും ഭാര്യയുമായി അകന്നു കഴിയുകയാണ്. ഇയാളുടെ ഭാര്യ ഇലകമണിലാണ് താമസം. വൈകുന്നേരത്തോടെ ഭാര്യയ്ക്കൊപ്പം താമസിക്കുന്ന മകളെ നൌഷാദ് ഫോണിൽ വിളിച്ചു. ഈ സമയം യുവതി വീട്ടിലുണ്ടായിരുന്നില്ല. ഇവർ മറ്റൊരു യുവതിയുമായി പുറത്തുപോയിരുന്നു. വൈകിയും മടങ്ങിയെത്തിയില്ലെന്ന് മനസ്സിലാക്കിയ നൌഷാദ് ഭാര്യ വീട്ടിലെത്തുകയായിരുന്നു. എട്ട് മണിയോടെ യുവതി തിരിച്ചെത്തി. പ്രകോപിതനായ നൌഷാദ് ക്രൂരമായി മർദ്ദിച്ചു. ഹെൽമറ്റ് കൊണ്ടുള്ള അടിയേറ്റ് നിലത്ത് വീണ യുവതിയെ ഇയാൾ തുടർന്നും മർദ്ദിച്ചു.
മാറ്റാൻ ശ്രമിച്ച ബന്ധുക്കളെയും പരിസരവാസികളെയും നൌഷാദ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഇയാളെ അയിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് 18 വർക്കല. തിരുവനന്തപുരം അമ്പലമുക്കിൽ അലങ്കാരച്ചെടി കടയിലെ ജീവനക്കാരി വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി തമിഴ്നാട് സ്വദേശി രാജേന്ദ്രൻ കുറ്റക്കാരൻ. കന്യാകുമാരി കളക്ടറോടക്കം രാജേന്ദ്രനെക്കുറിച്ച് റിപ്പോർട്ടുകൾ തേടിയ തിരുവനന്തപുരം സെഷൻസ് കോടതി വിധി പ്രസ്താവനത്തിനായി കേസ് ഈ മാസം 21 മാറ്റി. പരമാവധി ശിക്ഷ കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് വിനീതയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു. ദൃക്സാക്ഷികളിലായിരുന്ന കേസിൽ കൊലപാതകത്തിനും മുമ്പും ശേഷവുമുള്ള പ്രതിയുടെ സഞ്ചാരപാത വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളും മറ്റ് ശാസ്ത്രീയ സാഹചര്യ തെളിവുകളുമായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിയത്. പ്രോസിക്യൂഷന്റെ വാദം പൂർണ്ണമായും അംഗീകരിച്ചാണ് പ്രതി തോവാള സ്വദേശി രാജേന്ദ്രൻ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. പ്രതിയുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലവും മാനസികാവസ്ഥയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് കന്യാകുമാരി, തിരുവനന്തപുരം കളക്ടർമാരുടെ അടക്കമുള്ള 7 റിപ്പോർട്ടുകൾ തേടിയത്. സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, കന്യാകുമാരി, തിരുവനന്തപുരം ജയിൽ സൂപ്രണ്ടുമാർ, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ, കന്യാകുമാരി ജില്ലാ പ്രൊബേഷണറി ഓഫീസർ എന്നിവരും 7 ദിവസത്തിനുള്ളിൽ ഹാജരാകാനാണ് നിർദ്ദേശം. തമിഴ്നാട്ടിൽ കസ്റ്റംസ് ഓഫീസറെയും ഭാര്യയെയും കുട്ടിയെയും കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് പ്രതി വിനീതയെ കൊലപ്പെടുത്തിയത്. കോടതിയിൽ പൂർണ്ണ വിശ്വാസം എന്ന് വിനീതയുടെ ബന്ധുക്കളും പ്രതിക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതായി പ്രോസിക്യൂട്ടർ M. സലാഹുദ്ദീനും പ്രതികരിച്ചു. 2022 ഫെബ്രുവരി 6 അലങ്കാരച്ചെടി കടയിലെ ജീവനക്കാരിയായിരുന്ന വിനീതയെ കഴുത്തിന് പിന്നിൽ കുത്തിക്കൊലപ്പെടുത്തിയത്. 4.5 പവന്റെ മാലയ്ക്ക് വേണ്ടിയായിരുന്നു കൊലപാതകം. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ സമയത്ത് നടന്ന കൊലപാതകത്തിന്റെ അന്വേഷണത്തിൽ പോലീസിന് വലിയ വെല്ലുവിളികൾ നേരിട്ടിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. നിധി ഇനി ശിശുക്ഷേമ സമിതിയുടെ തണലിൽ വളരും. കൊച്ചിയിൽ ജാർഖണ്ഡ് ദമ്പതികൾ ഉപേക്ഷിച്ച കുഞ്ഞിനെ ജനറൽ ആശുപത്രി അധികൃതർ ശിശുക്ഷേമ സമിതിക്ക് കൈമാറി. കുഞ്ഞിനെ ഏറ്റെടുക്കാൻ മാതാപിതാക്കൾ വിസമ്മതിച്ചതോടെയാണ് CWCക്ക് കൈമാറിയത്. എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ട് R. ഷാഹിദ് ഷാ CWC ചെയർമാൻ വിൻസെന്റ് ജോസഫുമായി ചേർന്ന് കരാർ ഒപ്പിട്ട ശേഷം നിധിയെ കൈമാറി. 2.5 മാസം പ്രായമുള്ള പെൺകുഞ്ഞിന് നിധി എന്നാണ് പേരിട്ടിരിക്കുന്നത്. കുഞ്ഞുമണി, മണിക്കുട്ടി, അങ്ങനെ ഓമനത്വം തോന്നുന്ന പേരുകളൊക്കെയാണ് കുഞ്ഞിനെ പരിചരിച്ചവർ വിളിച്ചിരുന്നത്. 900 ഗ്രാം ഭാരമുണ്ടായിരുന്ന ഓക്സിജൻ സപ്പോർട്ട് ആവശ്യമായിരുന്ന അവസ്ഥയിൽ നിന്ന് പൂർണ്ണ ആരോഗ്യവതിയായാണ് നിധി ശിശുക്ഷേമ സമിതിയിലേക്ക് യാത്രയായത്. ആരോഗ്യ പ്രശ്നങ്ങളുമായി ആശുപത്രിയിൽ കഴിഞ്ഞ കുഞ്ഞിന് ഒരാഴ്ചയോളം ഓക്സിജൻ നൽകിയിരുന്നു. കുഞ്ഞിന് ആവശ്യമായ മുലപ്പാൽ ആശുപത്രിയിലെ മിൽക്ക് ബാങ്കിൽ നിന്നുമാണ് ഉറപ്പാക്കിയത്. കുട്ടി നിലവിൽ എബാൻഡൻഡ് ആണ്, CNCP ആണ്. അതായത് ജുവനിയൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടിയാണ്. അപ്പോൾ CWC അതിനെ ഇന്ന് ഷെൽട്ടർ ചെയ്യും, നല്ലൊരു CCIയിൽ ഷെൽട്ടർ ചെയ്യും. സൂപ്രണ്ട് പറയുന്നത് കുട്ടിയെല്ലാം വളരെ നല്ല ഹെൽത്തിയാണ്, എല്ലാത്തിലും പ്രതികരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ വളരെ പ്രോഗ്രസ് ഉണ്ടെന്ന് പറയുന്നത്. കുഞ്ഞിന്റെ മാതാപിതാക്കൾ അവകാശവാദം ഉന്നയിച്ചെത്തിയാൽ അവർക്ക് കുഞ്ഞിനെ വളർത്താനുള്ള സാഹചര്യമുണ്ടെങ്കിൽ മടക്കി നൽകും, അല്ലെങ്കിൽ CWC തന്നെ സംരക്ഷിക്കുമെന്ന് ചെയർപേഴ്സൺ വിൻസെന്റ് ജോസഫ് പറഞ്ഞു. ജനുവരിയിലാണ് ജനിച്ച ഉടൻ സ്വകാര്യ ആശുപത്രിയിലെ ICUവിൽ ജാർഖണ്ഡ് സ്വദേശികളായ അച്ഛനും അമ്മയും നിധിയെ ഉപേക്ഷിച്ചത്. കുഞ്ഞിന്റെ സംരക്ഷണവും ചികിത്സയും ഏറ്റെടുക്കാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശിക്കുകയായിരുന്നു. ആരോഗ്യമന്ത്രി തന്നെയാണ് കുഞ്ഞിന് നിധിയെന്ന് പേരിട്ടത്. ന്യൂസ് 18 കൊച്ചി. നിയമനം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധത്തിനിടെ ഒരാൾ കുഴഞ്ഞു വീണു. തൃശൂർ സ്വദേശിനിയായ ഹനീനയാണ് സമരവേദിയിൽ കുഴഞ്ഞു വീണത്. സമരവേദി സന്ദർശിക്കാനെത്തിയ രമേശ് ചെന്നിത്തലയുടെ വാഹനത്തിൽ ഉദ്യോഗാർത്ഥിയെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റി. അനിശ്ചിതകാല സമരം 9ാം ദിവസത്തിലാണ്. വരുന്ന 19ാം തീയതിയാണ് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്. വനിതാ പോലീസുകാരുടെ എണ്ണം കൂട്ടേണ്ടത് നാടിന്റെ ആവശ്യമാണെന്നും ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആശാസമരവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനകളെ പോസിറ്റീവായാണ് കാണുന്നതെന്ന് സമരസമിതി. സമരം എത്രയും പെട്ടെന്ന് സെറ്റിലാകുമെന്നാണ് പ്രതീക്ഷ. സമരം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി പൗരസമൂഹം സംഗമിക്കുമെന്നും ആശാവർക്കർമാർ പറയുന്നു. സ്വർണ്ണവില ഇന്ന് റെക്കോർഡ് ഉയരത്തിലെത്തി. പവന് 2160 രൂപയാണ് ഇന്ന് കൂടിയത്. ഒറ്റ ദിവസം സ്വർണ്ണവില ഇത്രയും കൂടുന്നത് അപൂർവമാണ്. ഓഹരി വിപണിയിലെ ഇടിവോടെ നിക്ഷേപകർ സ്വർണത്തിലേക്ക് മാറിയതാണ് കാരണം. വിവാഹകാലമായ മീനമാസത്തിൽ സ്വർണം റെക്കോർഡ് കുതിപ്പിലേക്കാണ്. 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഇന്ന് കൂടിയത് 270 രൂപ. 1 ഗ്രാം സ്വർണത്തിന്റെ വില 8560-ലെത്തി. പവന് ഇപ്പോൾ വില 68,480 രൂപയാണ്. പണിക്കൂലി കൂടി ചേർത്താൽ 1 പവൻ സ്വർണം വാങ്ങാൻ 74,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. ഉപഭോക്താക്കൾ മാത്രമല്ല ഉടമകളും
വിലക്കയറ്റത്തിൽ ആശങ്കയിലാണ്. സ്വർണ്ണവില വലിയ തോതിൽ കുറയുമെന്ന പ്രതീക്ഷയിൽ അഡ്വാൻസ് ബുക്കിംഗ് എടുത്തത് തിരിച്ചടിയായെന്ന് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നു. ഇന്ന് റെക്കോർഡ് വിലയിലാണ് സ്വർണം. പവന് 68,480 രൂപയാണ് വില. ഇന്നൊരു പവൻ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വാങ്ങണമെങ്കിൽ 74,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. സ്വർണ്ണവില ഉയരുന്നത് ഉപഭോക്താക്കൾക്കിടയിൽ ആശങ്ക പരത്തിയിട്ടുണ്ട്. അമേരിക്ക തുടങ്ങിവെച്ച തീരുവ യുദ്ധം ലോകത്തെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമെന്ന് പരക്കെ ആശങ്കയുണ്ട്. ഇതോടെയാണ് വൻകിട നിക്ഷേപകർ സ്വർണത്തിലേക്ക് കൂടുതലായി തിരിഞ്ഞത്. രാജ്യാന്തര വില ഔൺസിന് ഒറ്റയടിക്ക് $150 കയറിയത്. ഒറ്റ ദിവസം സ്വർണത്തിന് ഇത്രയും വിലക്കയറ്റം ചരിത്രത്തിലാദ്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വ്യാപാര യുദ്ധത്തിൽ പോര് തുടർന്ന് ചൈനയും അമേരിക്കയും. US ഉൽപ്പന്നങ്ങൾക്ക് മേൽ പുതിയ തീരുവ പ്രഖ്യാപിച്ച ചൈനയ്ക്ക് കൂടുതൽ തിരിച്ചടി നൽകി അമേരിക്ക പുതിയ തീരുവ പ്രഖ്യാപിച്ചു. ചൈനയ്ക്ക് 125% തീരുവ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റ് രാജ്യങ്ങൾക്ക് 90 ദിവസത്തെ ഇളവും അനുവദിച്ചു. അധിക തീരുവ പ്രഖ്യാപനം ട്രംപ് മരവിപ്പിച്ചതോടെ അമേരിക്കൻ ഓഹരി വിപണി കുതിച്ചുയർന്നു. വ്യാപാര യുദ്ധം കനക്കുന്നതിനിടെ ഇന്നലെ 104% തീരുവയാണ് ചൈനയ്ക്ക് അമേരിക്ക ഏർപ്പെടുത്തിയത്. ഇതിനു പിന്നാലെ അതേ നാണയത്തിൽ ചൈനയുടെ തിരിച്ചടി. US-ൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകൾക്ക് ചൈന 84% തീരുവ പ്രഖ്യാപിച്ചു. എന്നാൽ ചൈനയുടെ പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്കുള്ളിൽ അമേരിക്ക മറുപടി നൽകി. 104-ൽ നിന്ന് 125%-ആയി തീരുവ ഉയർത്തി. ചൈന ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങൾക്ക് അടിസ്ഥാന തീരുവയായ 10% മാത്രം. അധികമായി ചുമത്തിയ തീരുവ 90 ദിവസത്തേക്ക് മരവിപ്പിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ ലോക വ്യാപാര സംഘടനയ്ക്ക് ചൈന പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ചൈന ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നും കണ്ടറിയണം. അതേസമയം വ്യാപാര യുദ്ധത്തിനിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ പ്രശംസിച്ച് ട്രംപ് രംഗത്തെത്തിയത് ശ്രദ്ധേയമായി. ഷീ ജിൻപിങ് വളരെ സമർത്ഥനാണെന്നും മികച്ച ഡീൽ ഉണ്ടാക്കാൻ പിങ്ങിന് കഴിയുമെന്നുമായിരുന്നു ട്രംപിന്റെ പ്രതികരണം. പിങ്ങിന്റെ ഒരു കോൾ മതി പ്രശ്നപരിഹാരത്തിനെന്നും ട്രംപ് പറയുന്നു. അതിനിടെ അധിക തീരുവ പ്രഖ്യാപനം ട്രംപ് മരവിപ്പിച്ചതോടെ അമേരിക്കൻ ഓഹരി വിപണിയിൽ കുതിപ്പുണ്ടായി. ഡൗ ജോൺസ് സൂചിക 8% ഉയർന്നു. 3000 പോയിന്റിന്റെ നേട്ടമാണ് രേഖപ്പെടുത്തിയത്. നാസ്ഡാക്ക് 12%, S&P 500 9% മുന്നേറി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ലിസ്റ്റഡ് കമ്പനികളുടെ ആകെ വിപണി മൂല്യത്തിൽ $6 ലക്ഷം കോടി മാഞ്ഞു പോയിടത്തു നിന്നാണ് ഓഹരി വിപണി പതിയെ കരകയറുന്നത്. ട്രംപിന്റെ പുതിയ തീരുമാനത്തിന്റെ പ്രതിഫലനം ഇന്ത്യയിൽ അടക്കമുള്ള ഓഹരി സൂചികകളിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. IPL വാർത്തകൾ. IPL-ൽ ഇന്ന് ബാംഗ്ലൂർ ഡൽഹി പോരാട്ടം. വൈകിട്ട് 7:30 ബംഗളൂരുവിലാണ് മത്സരം. കളിച്ച 3 മത്സരങ്ങളും ജയിച്ച ഡൽഹി 6 പോയിന്റുമായി പട്ടികയിൽ രണ്ടാമതാണ്. 4 മത്സരങ്ങളിൽ 3 ജയവും 1 തോൽവിയുമായി മൂന്നാമതാണ് ബാംഗ്ലൂർ. ഇന്ന് ജയിച്ചാൽ ഡൽഹി പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തും. ക്ലീൻ കേരള ദേശീയ കോൺക്ലേവ് തിരുവനന്തപുരം കനകക്കുന്നിൽ ഏപ്രിൽ 9 മുതൽ 13 വരെ നടക്കും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അവതരണങ്ങൾ, സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ, കോൺഫറൻസുകൾ, പുതിയ സാങ്കേതിക വിദ്യകളുടെയും മാതൃകകളും അവയുടെ പ്രദർശനവും കോൺക്ലേവിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം കാണാം. ദിൽനജീരം.